ഓടയിൽ വീണ സ്വർണ്ണമോതിരം എടുക്കാൻ ശ്രമം. വിരൽ കുടുങ്ങിയ വീട്ടമ്മയ്ക്ക് തുണയായി അഗ്നിരക്ഷാസേന. അബദ്ധത്തിൽ ഓടയിൽ വീണുപോയ സ്വർണ്ണമോതിരം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനിടെ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ വിരൽ കുടുങ്ങിയ വീട്ടമ്മയ്ക്ക് അഗ്നിരക്ഷാസേന തുണയായി. 2.5 മണിക്കൂർ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിൽ ഓടയിലെ സ്ലാബ് മാറ്റി സേനാംഗങ്ങൾ മോതിരം വീണ്ടെടുത്തു. തൈക്കാവ് മുരിപ്പിൽ കുഞ്ഞിക്കുഴിക്കൽ ശ്യാമള മുരളിയുടെ 2.5 ഗ്രാം വരുന്ന സ്വർണ്ണമോതിരമാണ് തിരികെ ലഭിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. കടമനിട്ട റോഡിൽ പ്രസ് ക്ലബിന് മുന്നിലെത്തിയപ്പോൾ ശ്യാമളയുടെ വിരലിൽ കിടന്ന മോതിരം ഊരി ഓടയുടെ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിലൂടെ താഴേക്ക് വീഴുകയായിരുന്നു. സ്വന്തം അധ്വാനത്തിന്റെ സമ്പാദ്യം കൺമുന്നിൽ നഷ്ടപ്പെടുന്നതിന്റെ സങ്കടത്തിൽ സ്ലാബിന്റെ ഇടയിലൂടെ കൈയിട്ട് മോതിരം എടുക്കാൻ ശ്രമിച്ചു. ഇതിനിടെ സ്ലാബുകൾക്കിടയിൽ വിരൽ കുടുങ്ങുകയായിരുന്നു. വേദന കടിച്ചമർത്തി വീണ്ടും ശ്രമിച്ചെങ്കിലും മോതിരം എടുക്കാൻ കഴിഞ്ഞില്ല. ഇവരുടെ ഗതികേട് കണ്ടുനിന്ന സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ സേനാംഗങ്ങൾ വളരെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത്. ഒരടിയോളം കനമുള്ള കോൺക്രീറ്റ് സ്ലാബ് അലവാങ്ക് ഉപയോഗിച്ച് ഒരറ്റം ഉയർത്തിയ ശേഷം വടം കെട്ടി വലിച്ചു പൊക്കി മാറ്റുകയായിരുന്നു. 2.5 മണിക്കൂർ നീണ്ട അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് മോതിരം ഓടയിൽ നിന്നും കണ്ടെത്തിയത്. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ തന്റെ മോതിരം തിരികെ ലഭിച്ചപ്പോൾ ശ്യാമളയുടെ കണ്ണുകൾ സന്തോഷത്താൽ ഈറനണിഞ്ഞു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നഗരസഭാ അധ്യക്ഷ സിന്ധു അനിലിന്റെ സാന്നിധ്യത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ദില്ലുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മോതിരം ശ്യാമളയ്ക്ക് കൈമാറി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.